ഖമനേയി ബംഗറിലാണ് എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നു. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ രക്ഷയ്ക്കായി ചൈനയും റഷ്യയും ഒക്കെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ തീർക്കാനായി മൊസാദും ഉണ്ടെന്ന് കേൾക്കുന്നു. ഈ ഖമനേയി ബംഗറിൽ പോയെങ്കിലും അമേരിക്ക വല്ലാത്ത ചങ്കിടിപ്പിലാണ്. അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഇനി ഒന്നിനുമില്ല. കാരണം GCC രാജ്യങ്ങളൊക്കെ അമേരിക്കയോട് പറഞ്ഞ് എന്തെങ്കിലും നീക്കം നടത്തിയ അവന്മാർ സൈനിക താവളത്തിലേക്ക് ബോംബിടും, പിന്നെ ഞങ്ങൾ നിന്നെ വെച്ചേക്കില്ല. അങ്ങനെ മൊത്തത്തിൽ ട്രംപാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും. ഗവൺമെൻറ് ഇതിനു മുമ്പ് നടന്ന പ്രക്ഷോഭകാരികളെ കൈകാര്യം ചെയ്തതുപോലെ വളരെ നിഷ്ഠൂരമായിട്ട് വെടിവെച്ച് കൊന്നും അല്ലെങ്കിൽ ജയിലിലടച്ചും മുമ്പോട്ട് പോകുന്നു. അപ്പം ഈ പ്രക്ഷോഭത്തിന് പൂർണ്ണ പിന്തുണ നമ്മൾ പ്രക്ഷോഭത്തിന് ശേഷം ഡിസംബർ 28 തോന്നുന്നു തുടങ്ങിയത്. അപ്പോൾ ഒരു പ്രത്യേക പ്ലാനിങ്ങോടുകൂടി പ്രക്ഷോഭം നടക്കുന്ന പോലെ തോന്നി. ആ പ്രക്ഷോഭകാരികളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ കൊന്നുകൊള്ളുന്ന അവസ്ഥ വന്നപ്പോൾ അതിനകത്ത് ഇടപെടുന്നു അമേരിക്ക, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് യുദ്ധം ഖമേനിയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇന്നലെ വരുന്ന വാർത്ത അല്ലെങ്കിൽ ഈ പറയുന്ന അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അട്ടിമറിച്ചാൽ തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ ഈ വെല്ലുവിളിയെ ഒരുപക്ഷെ ഇറാൻ ഏറ്റെടുക്കുന്നു. ഇറാൻ്റെ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്ത ശരിയാണെങ്കിൽ റഷ്യയുടെ പിന്തുണ, ചൈനയുടെ പിന്തുണയൊക്കെ ഉണ്ടാകും. പെട്ടെന്ന് യുദ്ധപ്രഖ്യാപനം തൽക്കാലത്തേക്ക് മയപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ യുദ്ധത്തിന് പിന്മാറുന്ന രീതിയിലേക്ക് ട്രംപിൻ്റെ ഒരു പ്രസ്താവന വരുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്കില്ല, ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, ആൾക്കാരെ ഒന്നും കൊല്ലുന്നില്ല, അതുകൊണ്ട് വരുന്നില്ല. അപ്പം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ വന്നൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇനിയും കളിച്ചാൽ ഇന്നെ കാച്ച്, നേരത്തെ 2-3 ഉണ്ട വാഴായിപ്പോയി, അതുപോലെ ആയിരിക്കത്തില്ല, അടുത്തുണ്ട കയറേണ്ടത് കയറും എന്നുള്ള രീതിയിലേക്ക് ചിത്രങ്ങൾക്ക് കൊടുത്ത് ഉള്ള ഒരു പ്രചരണം നടത്തി. അപ്പം ജിയോ പൊളിറ്റിക്സിലും അല്ലെങ്കിൽ ലോകമാധ്യമങ്ങളും ഇതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ട്രംപ് ഭയന്നിട്ടാണോ, അല്ലെങ്കിൽ കരുതലാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രംപിൻ്റെ പല കാര്യങ്ങൾക്കകത്ത് പറയുന്ന പോലെ ഒരു ബുദ്ധിയാണോ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അക്രമം നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലേക്ക്. ഏതായാലും പ്രക്ഷോഭകാരികൾ ഇപ്പോൾ ഈ പിന്തുണയോടുകൂടി നിന്ന് പ്രക്ഷോഭം നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രക്ഷോഭകാരികൾ ആകപ്പാടെ വലഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം അവർക്ക് വെനിസ്വേലയിൽ കാണിച്ചതുപോലെ ഇറാനിൽ കാണിക്കാൻ നടക്കത്തില്ല. വെനിസ്വേലയിൽ കാണിച്ച പോലെ ഇറാനിൽ കാണിക്കാൻ നടക്കത്തില്ല. കാരണം വെനിസ്വേല എന്ന് പറയുന്ന രാജ്യമല്ല ഇറാൻ. ഇറാനകത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ഈ ലോകം മൊത്തം പ്രോക്സികളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ചാവേറുകളുള്ള അവിടെ ഇരുന്നുകൊണ്ട് ആജ്ഞ വെച്ചാൽ നമ്മൾ പറയുന്ന വാഷിങ്ടൺ ഉണ്ടല്ലോ, അവിടെ പോലും പൊട്ടിത്തെറിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പ്രോക്സികൾ, ലോകത്തെ പ്രോക്സികളെ നിയന്ത്രിക്കുന്ന അത്തരത്തിലുള്ള രാജ്യം എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ട്. കാരണം അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി വെള്ളത്തും പൊട്ടിത്തെറിക്കും. നമ്മൾ വിചാരിക്കാത്തതൊക്കെ അവരുടെ കക്ഷികളായിരിക്കും. ചിലപ്പോൾ ഓഫീസിലിരിക്കുന്ന ആൾക്കാർ അവരുടെ കക്ഷികളായിരിക്കും. ഈ മൊസാദിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ആരൊക്കെയാണ് ഇറാൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ അവരുടെ ആശയവുമായിട്ടും ഒക്കെ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ മാത്രമല്ല, ഇപ്പം മുസ്ലിമിൻ്റെ ലോകത്ത് ഷിയ സുന്നി ഇതുണ്ട്. അതായത് ഷിയായുടെ നേതാവാണ് അവർ ഇയാളെ കാണിക്കുന്ന തോന്നിവാസമൊക്കെ ഉണ്ടെങ്കിലും അവർ ഇയാളെ കാണുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മതപണ്ഡിതൻ, അവർ ഷിയ ദൈവമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് ലോകം മൊത്തവും ഉള്ള മുസ്ലിങ്ങൾക്കിടയ്ക്ക് ഈ 2 വിഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് വലിയൊരു പ്രശ്നം ഉണ്ടാകും. അപ്പം അതൊക്കെ ഭയക്കുന്നുണ്ട്. പക്ഷേ ഇതിനെയൊന്നും ഭയക്കാത്ത ഒരു രാജ്യമുണ്ട് ഇസ്രായേൽ. പക്ഷേ ഇതിനകത്ത് വേറെ വലിയ ട്വിസ്റ്റ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ യുദ്ധത്തെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പിന്തിരിപ്പിച്ചത് നെതന്യാഹുവിൻ്റെ ഒരു ഫോൺ കോളിൽ കൂടെയാണ് അല്ലെങ്കിൽ ഫോണിൽ കൂടെയാണെന്നുള്ള രീതി വരുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ ഈ പറയുന്ന നെതന്യാഹു അല്ലെങ്കിൽ ആദ്യം അടിക്കുന്ന ഇസ്രായേലിനെ, അതിനുശേഷമായിരിക്കും ഇവർ ഈ GCC രാജ്യങ്ങൾ ഉൾപ്പെടെ അല്ലെ എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ ഹൂത്തികളെ ഉൾപ്പെടെ അല്ല പ്രോക്സി ഹൂത്തി ഉണ്ടല്ലോ, ഹൂത്തികൾ ഉൾപ്പെടെ സൗദി അറേബ്യയും അല്ലെങ്കിൽ ഖത്തറയും അല്ലെങ്കിൽ ഈ അമേരിക്കയുടെ ഭാഗം വയ്ക്കുന്ന അവരെ ആയിരിക്കും ആദ്യം ആശ്രയിക്കും. അവരുടെ രാജ്യത്തോട്ടായിരിക്കും അല്ലെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന സൈനിക താവളത്തൊക്കെ ആക്രമിക്കും. ഇതേപോലെ തന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഇസ്രായേലിനെ. നേരത്തെ ആക്രമിച്ചത് ഓർമ്മയുണ്ടല്ലോ, ഇസ്രായേലിന് നാശനഷ്ടം വരുത്തിയ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇറാൻ ആ കാര്യത്തിൽ അത്ര മോശമൊന്നുമല്ല. അവിടെ ഇവിടെ എല്ലാ ഉമ്മയുടെ ആവശ്യം പോലെ ബാലിസ്റ്റിക് മിസൈൽ ഇരിപ്പുണ്ട്, ആവശ്യം പോലെ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. പൊട്ടിയില്ലെങ്കിലും തിരിഞ്ഞ് ഇങ്ങോട്ട് അടിക്കാലും ഒക്കെ. എന്നാലും 100 വിടുമ്പോൾ 10 അവിടെ ചെന്ന് വീഴുമല്ലോ. ഈ 10 വീണാലും നാശമാണല്ലോ. അപ്പം ആ ഒരു രീതിയിലേക്ക് പ്രതിരോധ സംവിധാനത്തിനകത്ത് നേരത്തെ ഉള്ളത് ഇനിയെ മറികടക്കാൻ പ്രാപ്തമായിട്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ സമയത്തെ മറികടക്കാൻ പ്രാപ്തമായിട്ടുള്ള മിസൈലുകൾ ഇവരുടെ കയ്യിലുണ്ടെന്ന് തെളിയിച്ചു. കാരണം പലയിടത്തും വീണല്ലോ. ആശുപത്രി സമുച്ചയത്തിൽ ഉൾപ്പെടെ ഈ മിസൈൽ ആക്രമണം നേരത്തെ ഇറാൻ നടത്തിയപ്പോൾ ഇസ്രായേലിന് നാശനഷ്ടം ഉണ്ടായി. അയൺഡോമിനെയൊക്കെ അല്ലെങ്കിൽ അവരുടെ ലേസർ പ്രതിരോധ സംവിധാനത്തെയും ലോകത്ത് ചർച്ചയായിട്ടുള്ള ഈ ആരോഗ്യ സംവിധാനത്തെ ഒക്കെ മറികടന്നു. അപ്പോൾ ഇപ്പം അതിനെ ഇവർ ആക്രമിക്കും. അതായത് ഈ പറയുന്ന ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ അതിന് ആദ്യം ആക്രമണം നടത്താൻ പോകുന്നത് ഒരുപക്ഷെ ഈ
പറയുന്നത് ഇസ്രായേലിനെ ആയിരിക്കും. കാരണം മറ്റേ അമേരിക്കയെ ആക്രമിക്കണമെങ്കിൽ അങ്ങനെയൊന്നും ആക്രമിക്കണം, അത്രയും ദൂരത്തിലുള്ള മിസൈലൊന്നും അല്ലെങ്കിൽ ആ സംവിധാനമൊന്നും ഇവരുടെ കയ്യിലില്ല. ഇവിടുന്ന് തന്നെ മിസൈൽ വിടുമ്പോൾ ഇരച്ചങ്ങി ചെല്ലുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇവർക്ക് അറിയാൻ പറ്റും. എന്നാലും ആർക്കാ ഈ ഇസ്രായേലിന് അറിയാൻ പറ്റുമായിരുന്നു, കാരണം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര മണിക്കൂറിനെ വരും. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ബാലിസ്റ്റിക് മിസൈലും അല്ലെങ്കിൽ റഷ്യയുടെ സഹായവും ചൈനയുടെ സഹായവും സാങ്കേതികവിദ്യയൊക്കെ ഉണ്ടായതുകൊണ്ട് ചില കാര്യങ്ങൾക്കകത്ത് അവർക്ക് അവരെ ഇവിടെ സംവിധാനങ്ങളെ, പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മറികടന്ന് ഇനിയും ഒരു മിസൈൽ അല്ലെങ്കിൽ ഇവരുടെ ഇരിക്കുന്ന മിസൈലൊക്കെ ബാലിസ്റ്റിക് മിസൈലും ഭൂഖണ്ഡാന്തര മിസൈലും ഒക്കെ ഉണ്ട്, ചെന്ന് വീണാൽ തീരാൻ പറ്റുന്ന 1-2 നല്ല മിസൈൽ വീണാൽ തീരാൻ പറ്റുന്ന സംവിധാനമേ ഉള്ളൂ ഇസ്രായേൽ. അപ്പോൾ അതിന് കരുതൽ എടുക്കേണ്ടി വരും, അതിന് സമയം വേണം. അപ്പോൾ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിനുള്ള സമയം വേണം എന്നുള്ളത് കൊണ്ടാണ് നെതന്യാഹു തൽക്കാലത്തേക്കൊന്ന് മയപ്പെട്ട് നിൽക്ക്, ഞങ്ങളൊന്ന് ഒരുങ്ങിക്കഴിഞ്ഞിട്ട് ചെയ്യാം. കാരണം ഒരിക്കലും നമ്മളീ പറയുന്ന പോലെ ആദ്യം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഇറാൻ്റെ ഭരണം അവസാനിപ്പിക്കണം, ഈ ഖമേനി അവസാനിപ്പിക്കണമെന്ന് തയ്യാറെടുത്ത് നിൽക്കുന്നതും നേരത്തെ ഞങ്ങളങ്ങ് തീർത്തേക്കട്ടെ, അത് വേണ്ട എന്ന് അമേരിക്ക പറഞ്ഞതുകൊണ്ടാണ് ഒരുപക്ഷെ നേരത്തെ ഖമേനിയുടെ അടുത്ത് ചെന്നിട്ട് മൊസാദ് തിരിച്ചു പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഖമേനിയെ വധിച്ചാൽ അവിടുന്ന് ലോകത്തുണ്ടാക്കാവുന്ന ഒരു പ്രത്യാഘാതം, അതിൻ്റെ മതപണ്ഡിതനാണെന്നുള്ള രീതിയിലേക്കുള്ള പ്രത്യാഘാതം, അതിപ്പോൾ തൽക്കാലം അത് വേണ്ട, അത്തരത്തിലേക്ക് പോകണ്ട എന്ന് പിന്തിരിപ്പിച്ച ഇസ്രായേൽ തന്നെയാണ്. ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ നമ്മളീ പറഞ്ഞില്ലേ, ഒന്ന് നിൽക്കൂ, ഞങ്ങൾ പറയാം എന്നിട്ട് ആക്രമിക്കാം എന്നുള്ള രീതിയിലേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ. അതിൻ്റെ കൂടെ തന്നെ റഷ്യയും ചൈനയും പിന്തുണ കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രക്ഷോഭകാരികളെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി റഷ്യൻ സൈന്യത്തിൻ്റെ സഹായം, അല്ലെ റഷ്യ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. അതായത് പ്രക്ഷോഭകാരികൾക്കെതിരെ ജനത്തിനെ അണിനിരത്തിയിരിക്കുന്നു, അതിൻ്റെ കൂടെ ഒരുപക്ഷെ സൈന്യത്തിന് വേണ്ട പിന്തുണയും കൊടുക്കുന്നു. റഷ്യൻ സൈന്യത്തിൻ്റെ പിന്തുണ ഉണ്ട്, അല്ലെങ്കിൽ റഷ്യ അവിടെ പറന്നിറങ്ങി എന്നുള്ള രീതിയിലേക്കും ദേശീയ മാധ്യമങ്ങൾ വരുന്നുണ്ട്. കാരണം അതാണ് അവിടെ ആര് വന്നാലും നോക്കാം എന്നുള്ള രീതിയിലേക്ക് അമേരിക്കയെ വെല്ലുവിളിച്ച് ഇറാൻ്റെ ഭാഗത്തുനിന്ന് തുട്ടൂരങ്ങൾ ഉണ്ടാവുന്നത് മനസ്സിലാവുന്നുണ്ട്. അമേരിക്ക ഇറങ്ങിയാൽ, അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞ സ്ഥിതിക്ക് അമേരിക്കയ്ക്ക് ഇത് എങ്ങനെയെങ്കിലും ഇമേജ് കാക്കണമല്ലോ, അതിനുവേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ബോംബിടിയിലും നേരത്തെ ഖത്തറിലേക്ക് തിരിച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ബോംബിടിയിലും ഒക്കെ അങ്ങനത്തെ ഒരു ബോംബിങ്. ഖത്തർ എന്തായാലും ഇറാന്റെ കൂടെ അല്ലേ നിൽക്കൂ? അല്ല, ഖത്തർ ഇറാൻ്റെ കൂടെ ആണെങ്കിലും അതിന് അവിടെയും ബേസ് കിടക്കുമല്ലേ, അമേരിക്കൻ ബേസ്. ഇറാൻ്റെ കൂടെ സപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോഴേ അമേരിക്കൻ ബേസ് അവിടെ കിടക്കുമല്ലേ. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. ഈ GCC രാജ്യങ്ങളുടെ പിന്തുണ ഇപ്പം അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിനകത്ത് ഇല്ല എന്നാണ് കരുതാൻ. ഏറ്റവും അവസാനം ഒന്ന് നിൽക്കാൻ ഇസ്രായേൽ പറയുന്നു. കാരണം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യം മാത്രമാകുന്നു, അല്ലെങ്കിൽ മറ്റേ എണ്ണപ്പാടത്തിൽ കയറി ഊത്തി അടിക്കുമെന്ന്. ഇവന്മാർ 4-5 എണ്ണപ്പാടത്തിലിട്ട് മൊത്തം പോയില്ലേ. വികസിത രാജ്യം, ഇവർക്ക് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല, ഇവർക്ക് ഇവിടെ അല്ല ഇവരുടെ ജീവിതം, മേലിൽ പോയിട്ടാണ്. അപ്പോൾ ആ ഔദ്യോഗികളെത്താം, അപ്പോൾ അതിനുള്ള പണിയന്മാർ ചെയ്യും. അപ്പോൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറാൻ രണ്ടും കൽപ്പിച്ചു. ഇറാനെ ഇപ്പം രണ്ടും കൽപ്പിച്ചെന്ന് പറഞ്ഞാൽ ഖമേനിക്ക് ഇപ്പം ഈ പ്രക്ഷോഭം അടിച്ചൊതുക്കിയില്ലെങ്കിൽ ഖമേനിയുടെ കയ്യിൽ നിന്ന് ഭരണം പോകും. അപ്പോൾ ആ പ്രക്ഷോഭം രാജാവിനെ കൊണ്ടുവരും. അപ്പോൾ പ്രക്ഷോഭം അടിച്ചൊതുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും ഖമേനിയും പോകാൻ നോക്കും. ആ പിന്തുണ അവർക്ക് ഉള്ള പിന്തുണ റഷ്യയുടെ ആയാലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെയൊക്കെ ആയാലും ഏറ്റെടുക്കാൻ നോക്കും. ആ ജീവന്മാര പോരാട്ടോ അല്ലേ. മാനും പുലിയും, പുലി ആഹാരത്തിന് വേണ്ടി മാനിനെ ഓടിക്കുന്നു, മാൻ ജീവന് വേണ്ടി ഓടുന്നു എന്നുള്ള പറയാം. ഖമേനി ഓടി ബങ്കറിനകത്ത് കയറി ഇരിക്കും. ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഉണ്ടായിരിക്കും. ഞാൻ നിഗമനത്തിൽ പറയുന്നു. എന്തായാലും കാണാനില്ല, ബങ്കറിലാന്ന് കാണാനില്ലാത്ത കാര്യങ്ങൾ വളരെ കാലമായിട്ട് കാണാനില്ല. ആ ശരീരം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് കാണാനില്ലെന്ന് പറയേണ്ട. ഏതായാലും ബങ്കറിലേക്ക് പോയിരിക്കുന്നു. സാറ്റലൈറ്റ് ഫോണുകൾ പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് വരുന്നത്. ഇത് പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. നെതന്യാഹുവിൻ്റെ ഫോൺ ഈ പറയുന്ന ട്രംപിന് വന്നാണ് ഇപ്പം യുദ്ധം ഒന്ന് പിടിച്ചു നിർത്തിയിരിക്കുന്ന എന്നുള്ളതാണ് ഇപ്പം ചർച്ചയാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.